ഹലോ. അപ്പൊ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് കണ്ടിന്യൂ ചെയ്യാം. പോളാർ ഫോം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഇതിന് മുൻപത്തെ കുറച്ച് വീഡിയോസിൽ ഇപ്പോഴുള്ള കുറച്ച് നാൾ മുമ്പത്തെ 2 വീഡിയോസ് ഞാൻ പോളാർ കോർഡിനേറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മള് ഒരു കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് പഠിച്ചു. അപ്പൊ കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെയാണ് പോളാർ ഫോമില് കൺവേർട്ട് ചെയ്യുന്നത്, അതേപോലെ എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പർ പോളാർ ഫോമില് നമുക്ക് എഴുതാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോ z എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പർ എങ്ങനെയാണ് നമ്മൾ x പ്ലസ് ഐ വൈ എന്നുള്ള ഫോമിലാണ് എഴുതുക. എക്സ് എക്സ് കോർഡിനേറ്റ്, y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y കോർഡിനേറ്റ്. ഇത് റിയൽ പാർട്ട് ഓഫ് ഇസെറ്റും y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് ഇസെറ്റും അല്ലെ. അപ്പൊ പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ് കോമ വൈ എന്ന് പറയുന്ന ഒരു പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോം പോളാർ ഫോം ആണ് ആർ കോമ തീറ്റ എന്നുള്ളത് അറിയാം അല്ലെ. ഇതൊക്കെ ഞാൻ നമ്മളുടെ പോളാർ കോർഡിനേറ്റ്സിന്റെ ഫോമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ എന്തെങ്കിലും സംശയമുള്ളവര് ജസ്റ്റ് ആ വീഡിയോസ് ഒന്ന് നോക്കി നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അത് വെച്ച് കണ്ടിന്യൂ ചെയ്യാണ് ഇപ്പോ. അപ്പൊ ഇവിടെ നമ്മള് എക്സിനെ ആർ കോസ് തീറ്റ വെച്ചിട്ടും വൈനെ ആർ സൈൻ തീറ്റ വെച്ചിട്ടുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ z എന്ന് പറഞ്ഞ എക്സ് പ്ലസ് ഐ വൈ എങ്ങനെ വരും? ആർ കോസ് തീറ്റ പ്ലസ് ആർ സൈൻ തീറ്റ അല്ലേ. അപ്പൊ ഇതിന്റെ പോളാർ ഫോം എഴുതുമ്പോ ആർ കോസ് തീറ്റ പ്ലസ് ആർ സൈൻ തീറ്റ എന്നുള്ള ഫോമിലാണ് നമുക്ക് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? ആ പോയിന്റ് ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആർ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ നമ്മളുടെ കോംപ്ലക്സ് നമ്പറിന്റെ ഫോം കൺസിഡർ ചെയ്യുമ്പോൾ ഈ എക്സ് കോമ വൈ തന്നെയാണ് നമ്മളുടെ ഇസഡ് എന്ന് പറയുന്ന എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ എന്ത് വരും? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളുടെ അവിടെ മോഡ് ഇസഡ് ആയിട്ട് മാറി. അത് കമ്പയർ ചെയ്യാൻ കാരണം ഒന്ന്, ഈ ആറിനെ കുറിച്ച് നമ്മളുടെ മുൻപത്തെ പോളാർ കോർഡിനേറ്റ്സിന്റെ ഫോമിൽ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മോഡുലസ് ഓഫ് ഇസഡ് പഠിക്കുന്നവിടെ ഈ മോഡ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് എന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? മോഡ് z is equal to r എന്നുള്ളത് പറയാം. ഈ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the angle made by the set with the positive x axis. Okay, that means ഈ ഒരു റേ പോസിറ്റീവ് എക്സ് ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ദാറ്റ് ഈസ് y by x. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y by x. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നേരെ. അപ്പൊ ആ വീഡിയോസ് ഒന്ന് നോക്കുക. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് y by x. ഇങ്ങനെയാണ് നമ്മളുടെ പോളാർ ഫോമും നമ്മളുടെ ഇസഡും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ ആംഗിൾ തീറ്റയെ നമ്മള് നമ്മളുടെ കോംപ്ലക്സ് നമ്പറിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കും. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് അതല്ലെങ്കിൽ ആർഗ്യുമെന്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ ഇസഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ജനറലി ഇതിനെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഴുതാം AMP of z, അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ആണെങ്കിൽ ARG of z എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതാറ്. ബ്രാക്കറ്റ് വേണമെന്നില്ല, നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഇല്ലാതെയും എഴുതാം. ഓക്കെ, ആർഗ്യുമെന്റ് ഓഫ് z എന്നുള്ള ഷോർട്ട് ഫോമിൽ നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ എഴുതുക. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ്, അപ്പൊ സൈന്റെയും കോസിന്റെയും കോമ്പിനേഷൻ ആണ് നമ്മളുടെ z എന്ന് പറയുന്നത്. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ള ഫോമിലാണ്. സൈൻ തീറ്റ കോസ് തീറ്റ രണ്ടും തന്നെ പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ്, നമുക്ക് അറിയാം, വിത്ത് പീരിയഡ് 2π. അപ്പൊ അതുകൊണ്ട് മൾട്ടിപ്പിൾ വാല്യൂസ് അവിടെ വരുന്നുണ്ട്. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും വാല്യൂ. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തീറ്റ എന്ന് പറയുന്നതിന് മൾട്ടിപ്പിൾ വാല്യൂസ് ഇവിടെ നമുക്ക് കിട്ടും. അഗൈൻ ദിസ് ഈസ് ഓൾസോ പീരിയോഡിക്. അപ്പൊ മൾട്ടിപ്പിൾ വാല്യൂസ് കിട്ടുമ്പോ അപ്പൊ എല്ലാ വാല്യൂസും നമുക്ക് ജനറലി പറയുമ്പോൾ പലർക്കും പല ആൻസേഴ്സ് ഒക്കെ വരിക. അപ്പൊ അതിനെ ഒന്ന് നമുക്ക് ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താ പറയാന്നുണ്ടെങ്കിൽ -π മുതൽക്ക് π വരെ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന തീറ്റയെ നമ്മൾ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്, അതിനെ
ക്യാപിറ്റൽ ARG ഓഫ് Z എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇതിനെയാണ് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്ന് വിളിക്കുന്നത്. പ്രിൻസിപ്പൽ വാല്യൂ, പ്രിൻസിപ്പൽ വാല്യൂ അല്ലാതെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്നുള്ളത് പറയാം. ഏതിന്റെയാണ്? ഈ തീറ്റയ്ക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ട്. അപ്പൊ -π മുതൽക്ക് പൈയുടെ ഉള്ളിൽ കിടക്കുന്ന വാല്യൂ, ഈ ഒരു 2π റേഞ്ചിന്റെ ഉള്ളിൽ കിടക്കുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്ന് വിളിക്കും. അതിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, ക്യാപിറ്റൽ ARG ഓഫ് Z. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം നമ്മൾ സ്മോൾ ARG ഓഫ് Z എന്നുള്ള ഫോമിലാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് ബേസിക് ആയിട്ട് വരുന്ന നമ്മളുടെ കാര്യങ്ങൾ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ജനറൽ വാല്യൂവിനെ നമുക്ക് നോക്കാം. I എന്ന് പറയുന്നതിന്റെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്, I എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ നമുക്ക് അറിയാമല്ലോ. അപ്പൊ ഈ കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് എന്താണെന്ന് നോക്കാം. അപ്പൊ എങ്ങനെയാണ്? പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക. കാരണം ആർഗ്യുമെന്റ് പറഞ്ഞാൽ അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിനോട്ട് ചെയ്യാം, വരച്ചു നോക്കാം. എങ്ങനെയാ നമുക്ക് വരിക? വരച്ചു നോക്കുകയാണെന്ന് വെച്ചാൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0,1 ആണ് നമുക്ക് വരുന്നത്. അതല്ലെങ്കിൽ ഈ I നെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? This I can be written to be 0 plus 1 into I. അപ്പോ x 0 ആണ്, y 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു z എന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ പോസിറ്റീവ് x ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? π/2 ആണ്. അപ്പൊ എന്ത് വരും? π/2. ഈ ആംഗിളിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് ഓഫ് I എന്ന് വിളിക്കുന്നത്, അല്ലെ? And this angle is again lying between -π and π. Therefore this is the principal argument. So π/2 ആണ് I എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ 0 ന്റെ ആർഗ്യുമെന്റ് എന്തായിരിക്കും? കോംപ്ലക്സ് നമ്പർ 0 ന്റെ ആർഗ്യുമെന്റ് എത്രയാണ് വരിക? 0 തന്നെയാണ് വരിക, അല്ലെ? കാരണം 0 എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കിടക്കുന്നു. അപ്പൊ നമുക്ക് എന്താ പറയാ, ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല അവിടെ. അപ്പൊ നമ്മൾ അതിനെ 0 ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന് എന്താണ് വരിക നോക്കാം. പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തന്നെ ഈ ലൈനിലാണ് കിടക്കുന്നത്, അല്ലെ? ഈ ലൈനിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ പോസിറ്റീവ് x ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 0 ആണ്. അപ്പൊ ഇതിന്റെ ഇവിടെ ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും x plus 0i എന്നാണ് വരിക, z, അല്ലെ? അപ്പൊ x ന് ഈ റിയൽ ലൈനിൽ ഏത് വാല്യൂസ് വന്നാലും നമ്മുടെ ആർഗ്യുമെന്റ് എന്തായിട്ട് മാറി? അവിടെ 0 ആയിട്ട് മാറി. അപ്പം ഇനി ഇതേ വാല്യൂ കിട്ടണമെങ്കിൽ എങ്ങനെയാ വരിക? 2π ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ പോയിന്റിൽ തന്നെ എത്തും, അല്ലെ? അപ്പൊ മൾട്ടിപ്പിൾ വാല്യൂസ് അവിടെ തീറ്റയ്ക്ക് വരാവുന്ന വാല്യൂസ് എന്താണ്? 0 plus 2nπ എന്നുള്ളതാണ്. അപ്പോ ആർഗ്യുമെന്റ്, ദാറ്റ് മീൻസ് ആർഗ്യുമെന്റ് ഓഫ് z എന്ന് പറഞ്ഞാൽ ജനറലി ഏതൊരു തീറ്റയ്ക്കും വരുന്ന വാല്യൂ ആണ്. ജനറലി മീൻസ് ഞാൻ ഈ പോയിന്റിലാണ് പറയുന്നത്, z എന്ന് പറയുന്നത് പോസിറ്റീവ് x ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ സ്മോൾ ആർഗ്യുമെന്റ് ഓഫ് z എന്ന് പറയുന്നത്. അപ്പൊ അതില് -πയുടെയും πയുടെയും ഇടയിൽ കിടക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ വാല്യൂസ് എങ്ങനെയാണ്? 0 plus 2nπ, that means 2π, 4π, 6π എന്ന് പറയുന്നത് ഇങ്ങനെ 2π നമ്മൾ കവർ ചെയ്യുമ്പോൾ എഗെയിൻ നമുക്ക് ഈ വാല്യൂസ് കിട്ടും. ഈ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ പ്രിൻസിപ്പൽ വാല്യൂ ആണ്. അപ്പൊ ആർഗ്യുമെന്റ് ഓഫ് z plus 2nπ. അപ്പൊ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് പ്ലസ് 2nπ ചെയ്തു കഴിഞ്ഞാൽ where n varies from the natural number set, നമുക്ക് എന്ത് കിട്ടും? എല്ലാ വാല്യൂസ് ഓഫ് തീറ്റയും കിട്ടും. അപ്പൊ ആർഗ്യുമെന്റ് ഓഫ് z is equal to പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് z plus 2nπ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാവുന്ന. ഇത് ഇതിനാണ് നമ്മൾ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്ന് വിളിക്കുക. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാന്നുള്ളത്, പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാന്നുള്ളത്. അതേമാതിരി ഇത് നമ്മൾ എക്സാമ്പിൾസ് നോക്കിയതാണ്. ആർഗ്യുമെന്റ് ഓഫ് z is equal to പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് പ്ലസ് 2nπ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് 2-3 പോയിന്റ്സ് പറയേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഞാനിത് ടബ് ചെയ്യുന്നു. നമ്മുടെ Z എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണെങ്കിൽ Z കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാ വരിക? ഇവിടെയാണ് വരിക. അപ്പൊ ഇതാണ് നമ്മളുടെ തീറ്റ, ഇതാണ് നമ്മുടെ മോഡ് Z. നേരെ റിഫ്ലക്ഷൻ ആണ്. അപ്പൊ നമുക്ക് എഗെയിൻ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വാല്യൂ രണ്ടും ഒരേ ഡിസ്റ്റൻസിലാണ്. ഇത് x, y ആണെങ്കിൽ ഇതെന്താണ്? x, y ആണ് അല്ലെ? x plus iy ആണ്. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ x minus iy ആണ്. അപ്പൊ നേരെ അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമുക്ക് കിട്ടുക about the x axis. അതൊക്കെ നേരെ പറഞ്ഞിട്ടാണ് നേരത്തെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ പോസിറ്റീവ് എക്സ് ആക്സിസ് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? മൈനസ് തീറ്റയാണ്. ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഇങ്ങോട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മൈനസ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ മൈനസ് തീറ്റയാണ് നമ്മളുടെ ഇവിടുത്തെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ ഇസഡിനെ നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇസഡ് കോൺജുഗേറ്റ് എങ്ങനെ വരും? ആർ കോസ് മൈനസ് തീറ്റ പ്ലസ് ഐ സൈൻ മൈനസ് തീറ്റ. എഗെയിൻ മൈനസ് പൈ മുതൽക്ക് പൈ വരെ കിടക്കുന്നതിനാണ് ഉള്ളിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ്? പ്രിൻസിപ്പൾ തന്നെയാണ് വരുന്നത്. മൈനസ് പൈയുടെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ഇത് വരിക. കാരണം നമ്മുടെ അക്യൂട്ട് ആംഗിൾ എടുത്തത്. സോ നാച്ചുറലി ഇവിടെയും നെഗറ്റീവ് അക്യൂട്ട് ആംഗിൾ ആണ് വരിക. അപ്പൊ അത് പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ടാണ് വരുന്നത്. Therefore Z is equal to R. Cos minus theta എത്രയാണ്? Cos theta തന്നെയാണ്. So cos theta plus I sin minus theta എന്ന് പറഞ്ഞാൽ minus sin theta ആണ്. അപ്പൊ അത് നമ്മൾ ഇവിടെ കമ്പൈൻ ചെയ്യുമ്പോൾ minus I sin theta എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ Z എങ്കിൽ Z കോൺജുഗേറ്റ് നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, cos theta minus I sin theta ഇങ്ങനെയാണ് നമുക്ക് അത് കിട്ടിയത്. അപ്പോ ആർഗ്യുമെന്റിന്റെ കാര്യം പറയുമ്പോൾ എന്താണ്? ഇവിടെ നമുക്ക് എന്തായിരുന്നു? ആർഗ്യുമെന്റ് ഓഫ് Z is equal to theta. ആർഗ്യുമെന്റ് ഓഫ് Z കോൺജുഗേറ്റ് എന്താണ്? മൈനസ് തീറ്റയാണ്. ദാറ്റ് ഈസ് മൈനസ് ആർഗ്യുമെന്റ് ഓഫ് Z. അപ്പൊ Z കോൺജുഗേറ്റ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z ന്റെ ആർഗ്യുമെന്റ് നെഗറ്റീവ് ആണ്. മൈനസ് ആർഗ്യുമെന്റ് ഓഫ് Z. ഓക്കെ, ഇനി എന്തായാലും പറയാനുള്ള പോയിന്റ്സ് നേരത്തെ റിയൽ നമ്പറിന്റെ കാര്യം പറഞ്ഞപ്പോ അവിടെ ആർഗ്യുമെന്റ് 0 ആയിട്ട് വന്നു. അപ്പൊ നമുക്ക് എന്താണ് ഈ റിയൽ നമ്പറിൽ വരുന്ന ഏതൊരു Z, ദാറ്റ് ഈസ് Z is equal to x plus 0 ആയി എന്നാണ് വരിക പോസിറ്റീവ് എക്സ് ആക്സിസിൽ വന്നു കഴിഞ്ഞാൽ. അപ്പൊ കറസ്പോണ്ടിംഗ്ലി നമുക്ക് Z നെ എങ്ങനെ എഴുതാം? x into cos 0 plus I sin 0 എന്ന് പറഞ്ഞ് എഴുതാം. അത് കാരണം എന്തുകൊണ്ടാ ഇതിങ്ങനെ എഴുതാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് Z വരണമെങ്കിൽ ഈ ലെങ്ത് ആണ് നമ്മളുടെ മോഡ് Z which is equal to R ആയിട്ട് കിട്ടുക. ഇതിപ്പോ നമുക്ക് 5 ആണെങ്കിൽ R എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 തന്നെയാണ്. അപ്പൊ ഇവിടെയുള്ള ഏതൊരു പോസിറ്റീവ് നമ്പർ നമ്മൾ പോസിറ്റീവ് നമ്പർ എന്നല്ല, ഇതിലുള്ള ഈ പോസിറ്റീവ് സൈഡിൽ വരുന്ന ഏതൊരു എക്സ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ആ എക്സ് തന്നെയാണ് നമ്മളുടെ അവിടുത്തെ R ആയിട്ട് വരിക. പോളാർ ഫോമിലത്തെ R ആയിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, റേഡിയസ് ആയിട്ട് നമുക്ക് അവിടെ കിട്ടുക. അപ്പൊ R is equal to x ആയിട്ട് തന്നെ മാറി. അതുകൊണ്ട് R cos theta I sin theta ക്ക് പകരം x cos 0 plus I sin 0. 0 പറയാൻ കാരണം എന്താണ്? ഇത് പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആണ്. കാരണം ഇത് ഓൾറെഡി എക്സ് ആക്സിസിൽ കിടക്കുന്ന പോയിന്റ്സ് ആണ്. Therefore ആംഗിൾ 0. അപ്പൊ നമുക്ക് x into cos 0 plus I sin 0 എന്നുള്ള ഫോമിലേക്ക് കിട്ടും. ഓക്കെ, ഇനി ഒരു പോയിന്റും കൂടിയും പറയാം. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആർഗ്യുമെന്റ്സ് ഓഫ് Z കണ്ടുപിടിക്കാനാണെങ്കിൽ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ,
അപ്പൊ എക്സ് കോമ വൈ എന്ന് പറയുന്ന പോയിന്റ്, ദാറ്റ് മീൻസ് നമ്മളുടെ ഇസഡ് എന്ന് പറയുന്ന പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത് എങ്കിൽ, ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത് എങ്കിൽ നമുക്ക് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ആൽഫയാണെന്ന് പറയാം. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീറോന്റെയും π/2ന്റെയും ഇടയിൽ കിടക്കുന്ന വാല്യൂ കണ്ടുപിടിക്കാം. ആർഗ്യുമെന്റിന് പല ആർഗ്യുമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ പല ആർഗ്യുമെന്റ്സില് സീറോന്റെയും π/2ന്റെയും ഇടയിൽ കിടക്കുന്ന തീറ്റയ്ക്ക് നമ്മൾ ആൽഫ എന്ന് പറഞ്ഞ് പേര് കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ ഇവിടെയാണ് കിടക്കുന്നത് എങ്കിൽ, കാരണം നമുക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ പല വാല്യൂസും കിട്ടുമല്ലോ, അപ്പൊ ഇവിടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ തീറ്റയാണ് നമ്മളുടെ ആൽഫ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ഈ z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് നമ്മൾ ആൽഫ തന്നെ നമുക്ക് കിട്ടി. ഇനി നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഇവിടെയാണ് നമ്മളുടെ z1 ആക്കി എടുക്കാം, ഇത് z2, രണ്ടാമത്തെ കേസ് സെക്കൻഡ് ക്വാഡ്രന്റിൽ കിടക്കുന്നു. അപ്പൊ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് ദ ഗിവൺ z, നമ്മുടെ ഇവിടുത്തെ z-ന്റെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് സെക്കൻഡ് ക്വാഡ്രന്റിൽ കിടക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that will be pi minus alpha. Next, third one, third quadrant കിടക്കുകയാണെങ്കിൽ, ഇവിടുത്തെ ക്വാഡ്രന്റിലാണ്, ഇവിടെയാണ് നമ്മുടെ z കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? ആർഗ്യുമെന്റ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് പൈ മൈനസ് ആൽഫ ആയിരിക്കും. മൈനസ് ഓഫ് പൈ മൈനസ് ആൽഫ. നമുക്ക് അത് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം, അപ്പൊ മനസ്സിലാവും. അതേമാതിരി ഫോർത്ത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത് എങ്കിൽ, ഇവിടെയാണ് കിടക്കുന്നത് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആർഗ്യുമെന്റ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ആൽഫ ആയിരിക്കും. സീറോന്റെയും π/2ന്റെയും ഇടയിൽ വരുന്ന തീറ്റയ്ക്കാണ് നമ്മൾ എന്ത് പേര് കൊടുത്തത്? ആൽഫ എന്ന് പറഞ്ഞ് പേര് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആർഗ്യുമെന്റ് ഓഫ് z ഫസ്റ്റ് ക്വാഡ്രന്റിലാണെച്ചാൽ ആൽഫ തന്നെയാണ് ആർഗ്യുമെന്റ് വരിക. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ പൈ മൈനസ് ആൽഫയാണ്. തേർഡ് ക്വാഡ്രന്റിലാണെച്ചാൽ മൈനസ് ഓഫ് പൈ മൈനസ് ആൽഫ. ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് ആൽഫ. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അത് ശരിയായിട്ട് വരുന്നത്. തീറ്റയാണ് ഇത് എന്നുണ്ടെങ്കിൽ തീറ്റ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് നമുക്ക് π/2 ആംഗിൾ തന്നെയാണ്. അപ്പൊ നമ്മള് ഇവിടുത്തെ ആർഗ്യുമെന്റ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നതും π/2ന്റെ ഇടയാണ്. സോ മൈനസ് തീറ്റ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആയിട്ട് സെറ്റ് കോൺജുഗേറ്റിന്റെ കേസിൽ നമ്മൾ നോക്കിയപ്പോൾ വന്നത്. അത് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് തന്നെ പറയാം. അപ്പൊ ആ എക്സാമ്പിൾ എടുത്ത് പറയുന്നത് ക്ലിയർ ആവുള്ളൂ. ഫസ്റ്റ് വൺ 1 മൈനസ് ഐ റൂട്ട് 3. ഈ തന്നിട്ടുള്ള ഇസഡിന്റെ പോളാർ ഫോം കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് അറിയാം എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുമ്പോൾ എക്സ് 1 ആണ്, വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് റൂട്ട് 3 ആണ്. ഓക്കെ, അപ്പോ മോഡ് ഇസഡ് കണ്ടുപിടിക്കണം. മോഡ് സെഡ് എന്ന് പറയുന്നതാണ് ആർ. മോഡ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്, അല്ലെ? അപ്പൊ നമ്മുടെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് root 3 square, that is square root of 1 plus 3 is equal to root 4. ഇനി root 4 plus or minus root 2 വരും. പക്ഷെ നെഗറ്റീവ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് വരില്ല. അതുകൊണ്ട് r is equal to positive 2. r കിട്ടി. ഈ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? tan inverse y by x ആണ്. tan inverse of mod y by x എടുക്കണം കേട്ടോ. കാരണം നമുക്ക് ഇവിടെ അതിന്റെ ആ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെയാണ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഇത് മോഡ് വൈ ആയിട്ടാണ് എടുക്കുന്നത്. കാരണം നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ ഈ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഡിസ്റ്റൻസ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ട് ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കുക. അപ്പൊ നെഗറ്റീവ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നല്ല, നമ്മൾ മോഡ് ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് എടുക്കും. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു tan inverse of minus root 3, tan inverse of mod minus root 3 എന്ന് പറഞ്ഞാൽ എത്ര വരിക? root 3 itself, അല്ലേ? mod x mod minus 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5. mod 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 5 ആണ്. അപ്പൊ അതേമാതിരി tan inverse of root 3. tan inverse of root 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pi by 3, 180 by 3. അപ്പൊ pi by 3 ആണ് നമ്മൾ ഇവിടുത്തെ ആംഗിൾ ആയിട്ട് വരിക.
എഗെയിൻ ഇനി നമുക്ക് π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് പൈന്റെയും പൈന്റെയും ഇടയിൽ കിടക്കുന്ന വാല്യൂ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ദ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്. അപ്പൊ ഈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0ന്റെയും π/2ന്റെയും ഇടയിൽ കിടക്കുന്ന വാല്യൂ ആണ്. ഇത് 0ന്റെയും π/2ന്റെയും ഇടയിൽ കിടക്കുന്ന വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻ വെച്ചിട്ട് ഇത് ഇവിടെ മാറ്റാൻ വിട്ടുപോയി. ഇതെന്തായിരുന്നു? ആംഗിൾ ബിറ്റ്വീൻ 0 and π/2. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ എന്ന് പറയണ്ട, ആൽഫ ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് തീറ്റ between 0 and π/2. Between 0 and π/2. നമുക്ക് ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? 0ന്റെയും π/2ന്റെയും ഇടയിലാണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് എവിടെയാണ് കിടക്കുന്നത് നോക്കണം. നമ്മളുടെ ഈ പോയിന്റ് x, മൈനസ് x, y 1, മൈനസ് √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫോർത്ത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. അപ്പൊ മൈനസ് ആൽഫയാണ് ആർഗ്യുമെന്റ് ഓഫ് z ആയിട്ട് വരിക. അപ്പൊ ക്യാപിറ്റൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് z is equal to മൈനസ് π/3. അപ്പൊ z ന്റെ വാല്യൂ എന്തായിട്ട് വന്നു? This is equal to r 2 cos minus π/3 plus I sin minus π/3. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ പോളാർ കൺവേർഷൻ. ക്ലിയർ ആണോ? നമുക്ക് ഇനി ഒരു പ്രോബ്ലം കൂടി ഇങ്ങനെ നോക്കാം. z is equal to minus √3 minus I. അപ്പൊ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് √3 ആണ്, y is equal to -1 ആണ്. ഓക്കെ, അപ്പൊ ഇനി എന്താണ്? r is equal to square root mod z, that is square root of x square plus y square, that is √3 minus √3 whole square. x square അല്ലേ, minus √3 ആയിട്ടാണ്. അപ്പൊ minus √3 whole square plus -1 whole square, that is 3 plus 1 is equal to √4. Again r for distance ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ നമ്മൾ എടുത്തു. ഇനി തീറ്റ is equal to എന്ത് വരും? tan inverse of mod y by x. ഓക്കെ, tan inverse of mod y by x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? tan inverse of y എന്ന് പറഞ്ഞാൽ -1, ഇത് -√3. അപ്പൊ tan inverse of 1/√3 എന്ത് വരും? 30 ഡിഗ്രി, that is π/6. റേഡിയൻസിലാണ് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ π/6 കിട്ടി. ഇനി എന്താണ്? ഈ പോയിന്റ് എവിടെ കിടക്കുന്നത്? x നെഗറ്റീവ് ആണ്, y നെഗറ്റീവ് ആണ്. സോ ഇതിന്റെ തേർഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനെയാണ് വേണ്ടത്. where alpha is the angle between 0 and π/2. π/6 ഒരു acute angle ആണ്. so this is the angle is between 0 and π/2. അപ്പൊ നമുക്ക് വേണ്ട ആൽഫ ഇതായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/6 ആണ്. അപ്പൊ എങ്ങനെ വരും? പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് z എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് മാറി? പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് is equal to minus of pi minus π/6, that is minus of എന്ത് വരും? 6pi minus π/6. അപ്പൊ minus π/6 ശരിയല്ലേ? മൈനസ് π/6. ഇനി എന്താണ്? അപ്പൊ ഇത് മാറ്റി എഴുതുമ്പോ എങ്ങനെ വരും? z is equal to r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into cos minus π/6 plus I sin minus π/6. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ വാല്യൂസ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പോളാർ കൺവേർഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.